അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. നാം എപ്പോഴും സന്തോഷവാന്മാരായി ഇരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ദുഃഖമോ സങ്കടങ്ങളോ ടെൻഷനുകളോ ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതിന് ഏറ്റവും നല്ല ഒരു മരുന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആനാണ്. ഖുർആൻ നമുക്ക് എപ്പോഴും സന്തോഷം നൽകുന്ന, സമാധാനം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു ദുആയിൽ നമുക്കിങ്ങനെ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരു അടിമ ചോദിക്കുകയാണ്, അൻ തജ്അലൽ ഖുർആന റബീഅ ഖൽബി, ഖുർആനിനെ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണമേ, വനൂറ സദ്രി, എൻ്റെ നെഞ്ചിലെ പ്രകാശമാക്കണമേ, വജിലാഅ ഹുസ്നി, എൻ്റെ സങ്കടങ്ങളെ നീക്കുന്നതാക്കണമേ, വദഹാബ ഹമ്മി, എൻ്റെ ഉത്കണ്ഠകളെ നീക്കുന്നതാക്കണമേ. അപ്പോൾ ഖുർആനിലൂടെ ഉത്കണ്ഠകൾ നീങ്ങുന്നു, സങ്കടങ്ങളില്ലാതെയാകുന്നു, ഹൃദയത്തിൽ പ്രകാശമുണ്ടാകുന്നു, ഹൃദയത്തിന് വസന്തം ലഭിക്കുന്നു. അപ്പോൾ ഇതൊക്കെ സന്തോഷത്തെ കുറിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഖുർആനിലൂടെ ലഭിക്കും എന്നാണ്. പരിശുദ്ധ ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 58 അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെക്കുറിച്ച് വിശദീകരിച്ചതിന് ശേഷം പറയുന്നത്, ഖുൽ ബി ഫദ്ലില്ലാഹി വ ബി റഹ്മതിഹി, അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടും കാരുണ്യം കൊണ്ടുമാണ് നിങ്ങൾക്ക് ഈ ഖുർആൻ ലഭിച്ചത്. ഫബിദാലിക ഫൽയഫറഹു, അതുകൊണ്ട് സത്യവിശ്വാസികൾ സന്തോഷിച്ചു കൊള്ളട്ടെ. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അവർ ഒരുമിച്ച് കൂട്ടുന്ന വിഭവങ്ങളിൽ ഏറ്റവും ഖൈറായത് പരിശുദ്ധ ഖുർആനാണ് എന്നാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും അധികം സന്തോഷം നൽകുന്നതാണ് പരിശുദ്ധ ഖുർആൻ, ഏറ്റവും ഖൈറായത് ഖുർആനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതേപോലെ തന്നെ സൂറത്തു തൗബയിലെ 124-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വൈദാ മാ ഉൻസിലത് സൂറത്തുൻ ഫമിൻഹും മൻ യഖൂലു അയ്യുക്കും സാദതുഹു ഹാദിഹി ഈമാന ഫഅമ്മല്ലദീന ആമനു ഫസാദതുഹും ഈമാനൻ വഹും യസ്തബ്ശിറൂൻ. ഖുർആനിലെ ഒരു അധ്യായം അവതരിപ്പിക്കപ്പെട്ടാൽ മുനാഫിക്കുകൾ ചോദിക്കും, ഈ അധ്യായം കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സത്യവിശ്വാസികൾക്ക് അതിലൂടെ ഈമാൻ വർദ്ധിക്കും, അവർ സന്തോഷിക്കുന്നുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഖുർആനിലെ ഒരു അധ്യായം, ആ അധ്യായം പോലും നമുക്ക് സന്തോഷത്തിന് വകുപ്പാണ്. അപ്പോൾ 114 അധ്യായങ്ങളുള്ള ബൃഹത്തായ പരിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കുകയും ഖുർആനിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ ജീവിക്കുകയും ഖുർആനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ജീവിതമാണ് നമുക്കുള്ളതെങ്കിൽ ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാവുകയില്ല, വിഷമങ്ങൾ ഉണ്ടാവുകയില്ല, എപ്പോഴും സന്തോഷവാന്മാരായി ഇരിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഖുർആനിൻ്റെ പഠിതാക്കളാവുക, ഖുർആനിൻ്റെ അർത്ഥവും ആശയവും ഒക്കെ മനസ്സിലാക്കി ജീവിക്കുക, എങ്കിൽ ജീവിതം സന്തോഷകരമായി തീരും. ശ്രദ്ധിക്കുക, തത്തുല്യമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന നല്ല നല്ല പ്രോഗ്രാമുകൾ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ പ്രത്യേകം സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.